തങ്ങളവരുകൾ കേവലം ഒരനുഗ്രഹത്തിന്റെ ഭാഗമായി നേതൃനിരയിൽ നിൽക്കുന്നവരാളല്ല, തങ്ങൾക്ക് ഒരു സംഘാടന ബോധമുണ്ട്. SKSSF പ്രവർത്തകന്മാർക്ക് ഇതിൽ സ്വീകരിക്കാൻ കഴിയുന്ന വലിയ ഒരു പാഠം കൂടിയാണ്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, തങ്ങൾ കൊയിലാണ്ടിയിലും കോഴിക്കോടുമൊക്കെ കച്ചവടം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ, റേഷന്റെ മൊത്തവിതരണം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ദിവസവും തലശ്ശേരിയിലേക്ക് തങ്ങൾ യാത്ര ചെയ്യുമായിരുന്നു. ട്രെയിനിൽ സീസൺ ടിക്കറ്റ് ആയിരുന്നു എടുത്തിരുന്നത്. സാധാരണ തങ്ങളുടെ കൂടെ തങ്ങളവരുടെ മക്കളിൽപ്പെട്ട ആളുകളോ സഹോദരന്മാരോ ഉണ്ടാകാറുണ്ട്, പല ആളുകൾ ഉണ്ടാവാറുണ്ട്. രാഷ്ട്രീയക്കാരുണ്ടാവും, സാധാരണക്കാരുണ്ടാവും, കച്ചവടക്കാരുണ്ടാവും. അങ്ങനെ മാസങ്ങളോളം ആളുകൾ ഇങ്ങനെ യാത്ര ചെയ്തു. തീവണ്ടിയിൽ, ഒരേ തീവണ്ടിയിൽ വരുന്നു പോകുന്നു. തങ്ങളവர்கள் ഒരിക്കൽ ഈ യാത്രക്കാരോട് പറഞ്ഞു, എത്രേ, നമ്മൾ കുറേ കാലമായല്ലോ ഇങ്ങനെ യാത്ര ചെയ്യുന്നു, നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് ഈ യാത്രക്കാരുടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചാലോ. അതാണ് സംഘാടന ബോധം എന്ന് പറയുന്നത്. എന്നിട്ട് തങ്ങളവர்கள் അതിന് കുറേ രീതികൾ വെച്ചു. നമ്മൾ കമ്മിറ്റി രൂപീകരിക്കണമെന്ന് മാത്രമല്ല, ആഴ്ചയിൽ ഒരു ദിവസം നമ്മളിൽപ്പെട്ട ഒരാൾ അതിൻ്റെ പേരിൽ ഒരു സൽക്കാരം നടത്തണം. ആ അനുസ്മരണത്തിൽ പറയുന്ന കാര്യം, അങ്ങനെ കമ്മിറ്റി ഉണ്ടാക്കി, ഭാരവാഹികൾ ഉണ്ടായി, യാത്രക്കാർ എല്ലാ ദിവസവും ഒരുമിച്ച് യാത്ര ചെയ്യും, പല കാര്യങ്ങളും സംസാരിക്കും. ആ എഴുതുന്നയാൾ മുസ്ലിം അല്ലാത്ത ഒരാളാണ്, ഇത് പറയുന്നയാൾ. അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, തങ്ങളവர்கள் ഞങ്ങളുടെ കൂടെ സംസാരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്ന കാര്യം, ഒരാളെയും ആക്ഷേപിക്കാതെ അധിക്ഷേപിക്കാതെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മൗനിയാകുന്ന ഒരു രീതി ഞങ്ങൾക്ക് എപ്പോഴും വലിയ ഒരു സന്തോഷം തോന്നുന്ന, അത്ഭുതം തോന്നുന്ന ഒരു കാര്യമായിരുന്നു. പിന്നെ തങ്ങളുടെ കൂടെ സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനേ ഞങ്ങൾക്ക് മടിയായിരുന്നു എന്നൊക്കെ അവർ എഴുതുന്നുണ്ട്. വലിയ അംഗീകാരമായിരുന്നില്ലേ? സാമൂഹികമായ അംഗീകാരമായിരുന്നില്ലേ? അതുകൊണ്ടാണല്ലോ തളിക്ഷേത്രത്തിൽ വലിയ പ്രശ്നമുണ്ടായി, ആരാധനയുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നം അങ്ങാടിപ്പുറത്തെ തളിക്ഷേത്രത്തിൽ ഉണ്ടായപ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ കേളപ്പൻ എന്ന കേരളത്തിലെ ഉന്നതനായ രാഷ്ട്രീയ നേതാവിന്റെ അടുക്കലേക്ക് പലരും ചെന്ന് അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കഴിയാതിരിക്കുന്ന ഘട്ടത്തിൽ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ചെല്ലുന്നത് ഏകനായിട്ടാണ്. അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഡോക്ടർ CK രാമചന്ദ്രൻ പറയുന്നുണ്ട്, ഏകനായി പോയി. ആളുകളൊക്കെ ബാഫഖി തങ്ങളുടെ ആ വരവിനെ കൗതുകത്തോടെ കണ്ടു. സഹോദര മതസ്ഥരായിരിക്കുന്നവർ കൂട്ടം കൂട്ടമായി നോക്കി നിൽക്കുമ്പോൾ ഏകാഗിയായി ശുഭ്രവസ്ത്രധാരിയായി സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ വരുമ്പോൾ കേളപ്പൻ അദ്ദേഹത്തെ എഴുന്നേറ്റ് നിന്ന് ആദരിച്ചു, ബഹുമാനിച്ചു. അവർ തമ്മിൽ ഏതാനും മണിക്കൂറുകൾ സംസാരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കുവെച്ചു. കേളപ്പന്റെ ആ നിരാഹാര സമരം ബാഫഖി തങ്ങൾ നാരങ്ങ നീര് കൊടുത്ത് അവസാനിപ്പിച്ചു. എല്ലാവരും അംഗീകരിക്കുന്ന സ്വഭാവവും പെരുമാറ്റവുമായിരുന്നു. അപ്പൊ നിങ്ങൾ നോക്കൂ, എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അവർ പറയുന്നുണ്ട്, അങ്ങനെ ബാഫഖി തങ്ങളുടെ ഈ ദിവസം വരുമ്പോൾ, ആഴ്ചയിൽ കൊടുക്കേണ്ട ആ സൽക്കാരം വരുമ്പോൾ ഗംഭീര സൽക്കാരമായിരിക്കും. ഏറ്റവും നല്ല സൽക്കാരം ബാഫഖി തങ്ങളുടെ സൽക്കാരമായിരിക്കും എന്നവർ പറയുന്നു. കച്ചവടക്കാരനാണല്ലോ, കച്ചവടക്കാർക്കിടയിൽ കൂട്ടായ്മകൾ രൂപപ്പെട്ടത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് വേണമെങ്കിലും പറയാം. അത് വളരെ സജീവമാണ്. എല്ലാ പ്രദേശങ്ങളിലും ഓരോ കച്ചവടക്കാർക്കും, ഓരോ പ്രത്യേക വസ്തുക്കൾ വിൽക്കുന്ന ആളുകൾക്കും സംഘടനകളും സംവിധാനങ്ങളും ഒക്കെ. അന്ന് മലബാർ പ്രൊഡ്യൂസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു കച്ചവടക്കാർക്ക് പാണ്ഡികശാല കേന്ദ്രീകരിച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ അങ്ങനെ ഒരു സംഘടന സ്ഥാപിക്കുവാൻ, കച്ചവടക്കാരുടെ ഒരു സംഘടന സ്ഥാപിക്കുവാൻ നേതൃത്വം നൽകുകയും തങ്ങളവர்கள் 2 ഘട്ടങ്ങളിലായി അതിന്റെ പ്രസിഡന്റ് ആവുകയും ചെയ്തു എന്നും അദ്ദേഹത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ പറയുന്നത്, തങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ട വലിയ ഒരു പാഠമാണ് സംഘാടന ബോധം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഒരു സ്വഭാവം അത് പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കാൻ മാത്രമല്ല. TC കരുണാകരൻ, അദ്ദേഹം വലിയ രാഷ്ട്രീയ നേതാവായിരുന്നു. ബാഫഖി തങ്ങളുടെ സഹായത്തോടെ പലയിടങ്ങളിലും മത്സരിച്ച മഹാനായ വ്യക്തിത്വമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, വയനാട് മത്സരിക്കുന്ന സമയത്ത് ബാഫഖി തങ്ങളുടെ കൂടെയാണ് ഞാൻ വയനാട്ടേക്ക് പോകുന്നത്. കുന്നുകളും മലകളും താണ്ടി അവിടെയുള്ള ഓരോ ഗ്രാമങ്ങളിലും ഞാൻ ചെല്ലുമ്പോൾ
കൂട്ടം കൂട്ടമായി മുസ്ലിങ്ങളും അല്ലാത്തവരും ഞങ്ങളെ സമീപിക്കും. അങ്ങനെ സമീപിക്കുമ്പോൾ പലരും തങ്ങളുടെ അടുക്കൽ വന്ന് പറയുന്ന ആ കുശലം ഞാനിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്ന കാര്യമാണ് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിരുന്നത്. ഞാൻ കേട്ടു ഒന്നിലധികം ആളുകൾ പറയുന്നത്, ഹജ്ജിന് പോയപ്പോൾ തങ്ങൾ എനിക്ക് കഞ്ഞി ഉണ്ടാക്കി തന്നിട്ടുണ്ട്, ഹജ്ജിന് പോയപ്പോൾ എനിക്ക് രോഗമായപ്പോൾ തങ്ങൾ എന്നെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം, തങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന എത്രയോ ആളുകൾ എഴുതിയ അനുഭവങ്ങളിലൊക്കെ ഇതുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തങ്ങളാണ് ചായ ഉണ്ടാക്കി തരിക, തങ്ങളാണ് അവർക്കുള്ള ബിസ്ക്കറ്റ് കൊണ്ടുപോയി കൊടുക്കുക. അതിനൊന്നും ഒരു മടിയുമില്ലാതെ മറ്റുള്ള ആളുകളെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? KP കേശവമേനോൻ പറയുന്ന കാര്യം, തൻ്റെ അനുയായികളെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു സ്വഭാവം ഞാൻ ഇങ്ങനെയുള്ള നേതാക്കന്മാരിൽ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള സ്വാധീനം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോൾ 1936 നടന്ന ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങളുടെ തെരഞ്ഞെടുപ്പിന് ബി ബോക്കർ സാഹിബിനെതിരായിട്ട് തങ്ങൾ സഹായിച്ച് അതിൽ ബോക്കർ സാഹിബ് പരാജയപ്പെട്ടതും പിന്നീട് അദ്ദേഹം മുസ്ലിം ലീഗിലേക്ക് അതിൻ്റെ നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നതും ഞാൻ ആ ഭാഗം സംസാരിക്കാതെ ഒഴിവാക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ആ ബഹുമാനപ്പെട്ടവരുടെ ആ ഒരു ഇഖ്ലാസിന്റെ വലിയ അടയാളമായിരുന്നു ചന്ദ്രിക ദിനപത്രം. ചന്ദ്രിക നമ്മൾ പഠിക്കേണ്ട വലിയ പാഠമാണ്. നമ്മൾ